ദേവയാനിയും രാഹുലിനെയും മഹിയേട്ടൻ പെട്ടെന്ന് സംശയിക്കുകയോ നമ്മൾ പറയുന്നത് വിശ്വസിക്കുകയോ ചെയ്യില്ല. അതും ശരിയാ. അപ്പൊ പിന്നെ തൽക്കാലത്തേക്ക് എല്ലാം മഹിയേട്ടനിൽ നിന്നും മറച്ചു വെക്കുന്ന ബുദ്ധി. അതെ, ഒരു നന്മയ്ക്ക് വേണ്ടി ചെറിയ കള്ളം പറയുന്നതിൽ തെറ്റില്ല. ചെറിയൊരു പിഴവോ സംശയവും മതി, എല്ലാ പദ്ധതിയും പാളും. സ്വർണവും പ്രതികളെയും പിന്നെ പിടിക്കാനും സാധിക്കില്ല. ഇനി വൈകിപ്പിക്കുന്നത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എല്ലാം തെളിയണം. നീ ഏതായാലും പോലീസിൽ ഇൻഫോം ചെയ്. ഇനി വൈകണ്ട. ശരി ചേച്ചി. സൂക്ഷിക്കണം, ആരും അറിയരുത്. ശരി. അച്ഛന് പനി കുറഞ്ഞില്ലേ? അയ്യോ, നല്ല പനിയുണ്ടല്ലോ, പൊള്ളുന്ന പോലെ തോന്നുന്നു. സാരമില്ല, മോള് പേടിക്കണ്ട. അല്ല, അച്ഛന് നല്ല പനിയാ. ഞാൻ ഗംഗയെ വിളിക്കാം. ഗംഗേ, ഗംഗേ, ഒന്നിങ്ങ് വരൂ. അച്ഛാ. മോള് ടെൻഷൻ ആവാതെ, അച്ഛനൊന്നുമില്ല. എന്താ മാളു, എന്തിനാ ഗംഗേച്ചി വിളിച്ചേ? ഗംഗ എവിടെ ആന്റി? അച്ഛന് നല്ല പനിയാ, ഹോസ്പിറ്റലിൽ പോണം. ഗംഗേച്ചി ഇവിടെ ഇല്ലല്ലോ മോളെ. എങ്ങനെ എവിടെ പോയതാ? അത് ഗംഗ എവിടെയാ പോകുന്നെന്നും എപ്പോഴാ വരുന്നെന്നും ആർക്കും അറിയില്ലല്ലോ മഹി. അതെ, എന്ത് തോന്നിയാസം ചെയ്താലും ആരും ഒന്നും പറയില്ലല്ലോ. അതിന്റെ അഹങ്കാരം അവളെ കാണിക്കുന്നേ. അങ്ങനെയൊന്നും അല്ല. ഗംഗ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും അച്ഛാ, ഞാൻ വിളിക്കാം. എന്തു പറ്റി? ഗംഗ എടുക്കുന്നില്ലേ? ഇല്ല. മോള് വിളിക്കണ്ട, എവിടെയെങ്കിലും പോട്ടെ, വരുമ്പോ വരട്ടെ. എന്റെ ദൈവമേ, ഇതെന്തൊരു ചൂടാ! നിനക്കെങ്ങനെ വയ്യാതിരിക്കുമ്പോ ആ ഗംഗയ്ക്ക് എങ്ങനെയാ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ മനസ്സ് വരുന്നത്? ആന്റി ഒന്ന് മാറേ. മഹേട്ടാ, ദാ ഈ ചുക്കാപ്പി കുടിക്ക, പനി വേഗം മാറും. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ മഹേട്ടാ, ഇത് കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ല ശ്രേയ. നീ എന്തിനാ മോനെ ഗംഗയോടുള്ള ദേഷ്യം ശ്രേയോട് കാണിക്കുന്നത്? നിന്റെ അവസ്ഥ മനസ്സിലാക്കിയില്ലേ അവളിത് ഉണ്ടാക്കി കൊണ്ടുവന്നത്? വേണ്ടെന്ന് പറയാതെ വാങ്ങി കുടിക്കും മോനെ. അമ്മേ, അത് കുടിക്കും മഹേട്ടാ. എന്നാലും എന്റെ കുഞ്ഞിനിങ്ങനെ വന്നല്ലോ. അതെ, ഇതാരുടെയോ കണ്ണു തട്ടിയതാ നാത്തൂനെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? പാവം മഹി. അതെ, മഹിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ശ്രേയ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഏത് സമയവും മഹിയെ ഓർത്ത് ടെൻഷനില്ല. മഹിയേട്ടനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എങ്ങനെയാ ഞാൻ ആഹാരമൊക്കെ കഴിക്കുന്നത്? നിനക്കിത് തോന്നുന്നു, പക്ഷേ തോന്നി കൂടെ നിൽക്കേണ്ട ആൾക്ക് ഇത് തോന്നുന്നില്ലല്ലോ. അതെ, മഹിക്ക് സപ്പോർട്ടായി കൂടെ നിൽക്കേണ്ടത് ഈ സമയത്തായിരുന്നില്ലേ? അപ്പ അവക്ക് വീട്ടിൽ ഇരിക്കാൻ പോലും നേരമില്ല. എന്തോ അത്യാവശ്യ കാര്യം ആയതുകൊണ്ടാ ഗംഗേച്ചി പോയത് എന്ന് നിന്നോട് പറഞ്ഞോ? അതെ,
എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോകുന്നതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മഹേട്ടനോടെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഈ വീടും അടുക്കളയും മാത്രമായിട്ട് കഴിയുന്നവൾക്ക് നമ്മളറിയാത്ത എന്ത് അത്യാവശ്യം ഉള്ളത്? ഇത് മഹേട്ടന് വിലയില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ അവൾക്ക് മഹേട്ടനോട് സ്നേഹം ഉണ്ടായിരുന്നോന്ന് ആർക്കും ഉറപ്പൊന്നുമില്ലല്ലോ. നകുലിനെ വിവാഹം ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറായി വിവാഹ മണ്ഡപത്തിലേക്ക് കയറിയതല്ലേ? മതി, എല്ലാവരും ഒന്ന് പോകാമോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. നിന്റെ മാനസികാവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാവും മോനെ. നീ റെസ്റ്റ് എടുക്ക്. ആർക്ക് വേണ്ടെങ്കിലും നിന്നെ അമ്മയ്ക്ക് വേണം. എന്റെ മരണം വരെ എന്റെ മോന്റെ കൂടെ ഈ അമ്മയുണ്ടാവും. ഈ വണ്ടി ഓക്കെ അല്ലേ? ആ, ഇത് മതി. ആ അല്ല, ബോംബെ വരെ പോകേണ്ടതാണ്. ശ്രദ്ധിച്ചു പോണം. വഴിയിലെ ചെക്കിംഗ് ഉണ്ടാവും. പിന്നെ ചെക്ക് പോസ്റ്റുകളിലെ ചെക്കിങ്ങും ഉണ്ടാവും. അവിടെയെല്ലാം വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം സാർ. ബോംബെയിൽ എത്തിക്കിട്ടിയ ബാക്കിയെല്ലാം മാർവാടി നോക്കിക്കോളും. സാധനം അവിടെ കിട്ടിയ കാശ് അവർ ഇവിടെ തരും. അതാണ് കളി. അത് നന്നായി. ക്യാഷുമായി വരുന്നത് കൂടുതൽ റിസ്ക് ആണ്. ഒരു മിനിറ്റ്. ആ ഹലോ മോനെ, നീ എവിടെയാ? ഞാൻ ഗോൾഡ് മാറ്റാൻ വേണ്ട കാര്യങ്ങൾക്ക് പിന്നാലെയാണ് അമ്മേ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. അമ്മ ടെൻഷൻ ആവണ്ട, ധൈര്യമായിട്ടിരിക്കെ. ഇനി അങ്ങോട്ടൊന്നും പേടിക്കാനില്ല. സ്വർണം ഇന്ന് രാത്രി തന്നെ ബോംബെക്ക് കൊണ്ടുപോകും. ശരി, ഞാൻ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വിളിച്ചതാ. എല്ലാം സേഫായി ചെയ്യ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി അമ്മ, ഞാൻ വിളിച്ചോളാം. ശരി. എന്താ സാർ? ഏയ് ഒന്നുമില്ല, അമ്മ വെറുതെ വിളിച്ച. നമുക്ക് പോയി ഗോൾഡ് എടുത്താലോ? ഏയ് കുറച്ചുകൂടെ രാത്രി ആവട്ടെ. റോഡിൽ ആൾ സഞ്ചാരം കുറഞ്ഞിട്ട് പോവാം. അതാ നല്ലത്. അതാണ് സേഫ്. ശരി. ചേച്ചി, ചേച്ചി ഇത് എവിടെ പോയിരുന്ന? ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തു പോയതാ. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ എന്തേലും വഴി കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ചേച്ചി പോയ അവസരം ഇവിടെ പല ആൾക്കാരും മുതലെടുക്കാനുള്ള ശ്രമ. മഹേട്ടന് പനിയാ. ശുശ്രൂഷിക്കാൻ ശ്രേയച്ചി നന്നായി ശ്രമിക്കുന്നുണ്ട്. ചേച്ചിയെ കുറിച്ച് എല്ലാരും മഹേട്ടനോട് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. മാളു എവിടെ? മഹേട്ടന്റെ അടുത്തുണ്ട്. വാ. ഓ വന്നോ? നീ ഇതുവരെ എവിടെയായിരുന്നു ഗംഗേ? ആന്റി, ഞാൻ എന്താ ഗംഗെ മറുപടി ഇല്ലാത്ത? ഞങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത സ്ഥലത്താണോ നീ പോയത്? ഗംഗേ, ഗംഗേ എവിടെയായിരുന്നു? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? അത് മാളു, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത എവിടെയാ നീ പോയത്? മഹേട്ടാ, ഞാൻ മഹി ചോദിച്ചതിന് മറുപടി പറ ഗംഗേ. നിനക്കെന്താ ഒരു പരിങ്ങല്? പരിങ്ങലോ? ആന്റി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നതില് എന്താ തെറ്റ്? നീ ഇവിടുന്ന് പോയത് ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ? അതുപോട്ടെ, മഹിയുടെ എന്തെങ്കിലും കാര്യങ്ങള് നീ ഇപ്പൊ നോക്കുന്നുണ്ടോ? അച്ഛന് നല്ല പനിയാ ഗംഗേ. മഹേട്ടാ, എന്താ? നന്നായിട്ട് പനിക്കുന്നുണ്ട് മഹേട്ടാ. വാ,
നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തിന്? എന്താ മഹേട്ട ഇത്? തീ പോലെ പൊള്ളുന്നുണ്ട്. എഴുന്നേറ്റ് വാ, മരുന്ന് വാങ്ങാൻ പോവാം. ഞാൻ ഒരിടത്തും വരുന്നില്ല. ഇവിടെ കിടന്ന് ചാവുകയാണെങ്കിൽ ചാവട്ടെ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇങ്ങനൊന്നും പറയല്ല മഹേട്ട. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അതെ, മഹി ആയതുകൊണ്ട് ഇത്രേ പറഞ്ഞുള്ളൂ. എത്ര നേരായി അവന് വയ്യാതെ കിടക്കുന്നു. നിനക്ക് മഹിയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്? ഏതാപത്തിലും കൂടെ ഉണ്ടാവുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചവൾ ഒരാവശ്യ സമയത്ത് കൂടെയില്ല. മഹേട്ട, മതി ഗംഗേ, എനിക്ക് നിന്നെ കാണണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇല്ല, ഞാൻ ഒരിടത്തും പോയില്ല. എനിക്ക് മഹേട്ടനല്ലാതെ ആരുമില്ല. ശരി, പോവണ്ട, ഞാൻ പോവാം. എങ്ങേ നീ എന്റെ മോന് മനസമാധാനം കളയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഞാൻ പോവാം, പക്ഷെ മഹേട്ട മരുന്ന് കഴിക്കണം. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, കഴിച്ചേ മതിയാവൂ. മഹേട്ട, ദാ കഴിക്കൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. മഹേട്ട, പ്ലീസ്, എന്നോടുള്ള ദേഷ്യം കൊണ്ട് സ്വന്തം ആരോഗ്യം നശിപ്പിക്കരുത്. ഇത് കഴിക്ക്. നീ ഇനി മഹേട്ടനെ സോപ്പിടണ്ട. നിന്റെ തനി സ്വഭാവം മഹേട്ടന് മനസ്സിലായി. നീ സ്നേഹിച്ചത് പാവം മഹേട്ടനെയല്ല, മഹേട്ടന്റെ സ്വത്താ. അതുകൊണ്ടാ സ്വർണം നഷ്ടപ്പെട്ടത് മുതൽ നീ മഹേട്ടനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത്. ശ്രേയജി, വെറുതെ അനാവശ്യം പറയരുത്. ശ്രേയ പറഞ്ഞാൽ എന്താ തെറ്റ്? നീ ചെയ്യുന്ന അത് തന്നെയല്ലേ? മോളെ, ഇത് അച്ഛന് കൊടുക്ക്. അച്ഛാ, ഇത് കഴിക്ക്. വേണ്ട മോളെ. അച്ഛൻ ഇത് കഴിച്ചില്ലെങ്കിൽ മോളൊരു സങ്കടാവും. എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമാണെങ്കിൽ അച്ഛൻ കഴിക്ക്. ശരി, ഞാൻ കഴിക്കാം. പാവം ഗംഗേച്ചി, ചേച്ചിക്ക് വലിയ സങ്കടായി. ഗംഗേ, ഗൗരി ചേച്ചി, മഹേട്ടൻ. എന്താ ഗംഗേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? മഹേട്ടന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്നോടിപ്പോ ഭയങ്കര ദേഷ്യ. ഞാൻ പറഞ്ഞിട്ട് മരുന്ന് കഴിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അത് നീ കാര്യാക്കണ്ട. മഹേട്ടനെ നിനക്കറിയാലോ, സ്വർണം നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യ മഹേട്ടന്. അറിയാം, പക്ഷെ മഹേട്ടൻ എന്നെ അവഗണിക്കുന്നത് എനിക്ക് സഹിക്കില്ല. എനിക്ക് മഹേട്ടനോട് സ്നേഹമില്ലെന്നാ ദേവയാനി എന്റെയും ശ്രേയച്ചിയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നത്. അത് വിശ്വസിച്ച രീതിയില മഹേട്ടൻ എന്നോട് പെരുമാറുന്നത്. മഹേട്ടന്റെ ഈ അവസ്ഥയിൽ അങ്ങനെ പെരുമാറിയതില് നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എത്രയോ വർഷത്തെ മഹേട്ടന്റെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ടെൻഷൻ കൊണ്ട് മഹേട്ടൻ എന്തെങ്കിലും പറഞ്ഞതിന് നീ വിഷമിക്കണ്ട.
മഹേട്ടൻ എന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്നോടുള്ള ദേഷ്യത്തിന് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതിരുന്നാലോ? ശരിയാ, പക്ഷെ ഈ സമയം ഇങ്ങനെ വിഷമിച്ച് കളയാനുള്ളതല്ല. നിനക്ക് മഹിയേട്ടനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് മഹിയേട്ടന് നഷ്ടപ്പെട്ടത് നേടിക്കൊടുത്തോണ്ടാവണം ഗംഗെ. പിന്നെ മഹിയേട്ടന്റെ അസുഖം നഷ്ടപ്പെട്ട സ്വർണം കിട്ടിയ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ആ രാഹുലും ഭദ്രനും സ്വർണം വെച്ച സ്ഥലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ അവരെ പിന്തുടർന്നിരുന്നു. ഇനി വൈകാതെ ഗംഗയും പുറപ്പെടണം. ശരി ചേച്ചി. നമുക്ക് ഒരു പാളിച്ച പറ്റിയാൽ എല്ലാം നഷ്ടാവും. എനിക്ക് മനസ്സിലായി. മഹേട്ടന്റെ അവസ്ഥ കണ്ടപ്പോ മനസ്സൊന്ന് പതറിന്നുള്ളത് ശരിയാ. പക്ഷെ ഇനി ഇതുണ്ടാവില്ല. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. അതാ നല്ലത്. ഈ കാര്യത്തിൽ നമ്മൾ തോറ്റാൽ ശരിക്കും തോൽക്കുന്നത് മഹിയേട്ടനായിരിക്കും. അത് പാടില്ല. ഈ കൈലാസത്തിലെ എല്ലാ സ്വത്തുക്കളും മഹിയേട്ടനും മാളുവിനും ഗംഗയ്ക്കും ഉള്ളതാ. അത് മറ്റാർക്കും കിട്ടാൻ പാടില്ല. ശരി ചേച്ചി, നമുക്ക് ഇറങ്ങാം. എന്തേ ഗൗരി ചേച്ചി, അവരെങ്ങോട്ട് പോയെന്ന് മനസ്സിലായോ? ബൈപ്പാസിൽ കൂടെ അവര് പോയത്. സിഗ്നല് കഴിഞ്ഞ് കുറെ ദൂരം പോകുമ്പോ ഇടതുവശത്ത് കാടുള്ള ഒരു റോഡുണ്ട്. ആ വഴിക്കാ ഭദ്രനും രാഹുലും പോയത്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ബൈപ്പാസിൽ കൂടെ പോകുമ്പോ ഇടത് ഭാഗത്ത് ഒരു കാടിന്റെ സൈഡിലൂടെ റോഡില്ലേ, അതിലേ പോയാ മതി. ശരി. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ചേച്ചി? നീ ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. മേഡം ഇത് ആരോടായി സംസാരിക്കുന്നത്? ഞാൻ ഫോണിൽ പറഞ്ഞതാ. നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്കേ. ശരി മാഡം. ഗംഗേ, അതാ ഗംഗേ, അതാ രാഹുലിന്റെ കാറ് പോകുന്നു. ആ കാണുന്ന കാറിന്റെ പിന്നാലെ പോണം. ശരി മാഡം. ഇതൊക്കെ എടുത്ത് മാറ്റിക്കും. മാറ്റും. എല്ലാം സേഫ് ആയിരിക്കുമല്ലോ അല്ലേ? പിന്നെ പേടിക്കാനൊന്നുമില്ല. ഓക്കെ. അവരുടെ വണ്ടി ദേ കിടക്കുന്നു ചേച്ചി. ചേച്ചി, അവരതാ സ്വർണം എടുക്കുന്ന ചേച്ചി. അവരിപ്പോ രക്ഷപ്പെടും. ഉടനെ എന്തെങ്കിലും ചെയ്ത് പോലീസ് വരുന്നവരെ പിടിച്ചു നിർത്തിയേ പറ്റൂ. അത് ഞാൻ നോക്കിക്കൊള്ളാം ഗംഗേ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. വേഗം സ്വർണ്ണമായി രക്ഷപ്പെടാം. പോ, ചെലുപ്പാ. അയ്യോ ചേച്ചി, അവർ രക്ഷപ്പെടും. ഇല്ല.
എടുത്ത് മാറാ. ഈ കാട്ടിനകത്താണോ സ്വർണം കിടത്തുന്നത്? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അവന്മാരിവിടെ കാണും സാർ. അല്ലെങ്കിൽ ഗംഗാ മാഡം ഇൻഫർമേഷൻ തരില്ലല്ലോ. മഹി സാറിന് SP സാറുമായിട്ടുള്ള ബന്ധം അറിയാലോ. പോയി നോക്കാം. പാടോ. എന്താണ് ഇതില്? ജ്വല്ലറിന്ന് കാണാതായ ആഭരണങ്ങളാ. സർ സർ എല്ലാത്തിനും പിന്നിലാ രാഹുലേട്ടനാ സർ. രാഹുലേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതാ. രക്ഷപ്പെട്ടു. രാഹുൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവനോടെ പോയി? വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും സർ. അവൻ വീട്ടിലേക്കല്ലാതെ എവിടെ പോവാൻ? ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. ശരി സാർ. അങ്ങോട്ട് നടക്കണം. സർ രാഹുലേട്ടൻ. നമുക്ക് അന്വേഷിക്കാം. തൊണ്ടി മുതലും കള്ളനെയും കിട്ടിയല്ലോ. സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾ വാ.